ഇന്ന് നമുക്കൊരു മിക്സർ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ടൊരു ബൗളിലോട്ട് 2 കപ്പ് കടലമാവും 1/2 കപ്പ് അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉപ്പ് എന്നിട്ടൊരു സ്പൂൺ കൊണ്ട് ഈ പൊടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കണം. എന്നിട്ട് ഈ സേവനാഴിയിൽ ചില്ല് ഇടുക. കുഴച്ചെടുത്ത മാവ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലോട്ട് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതിലോട്ട് ചുറ്റിച്ചു കൊടുക്കാൻ. ഒരു സൈഡ് മൂത്ത് വരുമ്പോഴും മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ മൂത്ത് വരുമ്പോഴും നമുക്കിതിൽ നിന്ന് അങ്ങ് മാറ്റാം. അങ്ങനെ എല്ലാം നമ്മളിതാ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാനായിട്ട് അതേ പാത്രത്തിൽ തന്നെ കുറച്ച് കടലമാവ് കുറച്ച് ഉപ്പും വെള്ളം കൂടെ ചേർത്ത് ഒരു ബാറ്റർ ഉണ്ടാക്കിയതിന് ശേഷം കണ്ണാപ്പയും കൂടി ഇതിലോട്ട് ഒഴിച്ച് എണ്ണയിലൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. ബൂന്തിയെല്ലാം ഇതേപോലെ വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതും നമുക്കങ്ങ് മാറ്റാം. ഈ ബൂന്തി മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്കിതിലോട്ട് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുത്ത് അതും ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ പൊട്ടുകടല ഉണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ കപ്പലണ്ടി എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതും നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന എല്ലാം കൂടെ എടുത്ത് മിക്സ് ചെയ്ത് മിക്സറാക്കാനായിട്ട് ഒരു പാത്രത്തിലിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വറുത്തെടുത്ത കപ്പലണ്ടിയും ബൂന്തിയും എല്ലാം കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തപ്പോഴും പാത്രം നിറഞ്ഞ് കവിഞ്ഞു പോയി. അങ്ങനെ ഞാൻ പാത്രത്തിൽ നിന്ന് മാറ്റി ഒരു ബേസിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് പാത്രത്തോടെ എടുത്ത് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കണം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു മിക്സർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ.